ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വിൻ്ററിൻ്റെ യു.കെയിൽ വിൻ്ററൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ വിൻ്ററിന് ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ വിൻ്ററിന് നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റായിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വിൻ്ററിൽ ഇരിക്കാം, വിൻ്ററിനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ. അപ്പം നമുക്ക് എല്ലാവർക്കും സമ്മറൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. വിൻ്റർ എല്ലാവരും അത്രയും കൊണ്ട് എൻജോയ് ചെയ്യുന്നില്ല. വിൻ്റർ ഓൾറെഡി സൂര്യനില്ല, തണുപ്പാണ്, മഴയാണ്, പുറത്തിറങ്ങാൻ വയ്യ, അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ആ ഒരു സമയത്ത് വിൻ്റർ ശരിക്കും അടിപൊളിയാണ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഡ്രസ്സിൻ്റെ ചോയ്സസും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല, ഇവരങ്ങനെ വിൻ്റർ ആയതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു വീട്ടിലിരിക്കുന്ന പരിപാടി തന്നെ. നമുക്ക് വിൻ്റർ ആയിരിക്കും പുറത്തിറങ്ങാനൊക്കെ മടിയാണ് അല്ലേ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലോത്തിങ്, അതായത് നല്ല ലെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഭയങ്കര തണുപ്പുള്ള ആളാണെങ്കിൽ തെർമൽസോ ഫ്ലീസോ നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ ചുമ്മാ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു ജാക്കറ്റ് മാത്രം ഇടാതെ കുറച്ച് എക്സ്ട്രാ ലെയർ ചെയ്യുക നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാൻസ് ഇപ്പോൾ ജീൻസ് ഒക്കെ ഇടുന്നെങ്കിൽ അതിൽ തെർമൽസ് ഇടുക. അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആ തണുത്ത് വിറച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ചെസ്റ്റ് ഫ്രണ്ട് കവർ ചെയ്യാൻ നന്നായിട്ട് നോക്കുക. പിന്നെ ചെവി ഭയങ്കര തണുപ്പുള്ളവർക്കാണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ചെവി കവർ ചെയ്യാനായിട്ട് ക്യാപ്പ് വെക്കാം, നെക്ക് കവർ ചെയ്യുക. പിന്നെ നല്ല ഷൂസ് ഇടുക. നല്ല ഷൂസ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നനഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഈ വിരലൊക്കെ തണുത്ത് വരും. ഗ്ലൗസ് ഇടുക. പിന്നെ ഇപ്പം സാധാരണ ഷൂ ഉള്ളെങ്കിൽ തിക്കായിട്ടുള്ള സോക്സ് ഇടുക. അങ്ങനെ ക്ലോത്തിങ് ശ്രദ്ധിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്തിങ്ങിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ക്ലോത്തിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോത്തിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ കവറാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഈ തണുപ്പ് കത്തുപോല എന്നുള്ളൊരു തണുപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ യു.കെയിൽ നമ്മൾ പറയാമല്ലോ മാക്സിമം എത്ര വരെ വരുന്നു. ആ ഒരു വെതറിൽ നമ്മൾ പുറത്ത് അത്യാവശ്യം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങി എന്തായാലും തട്ടിപ്പോകുന്നില്ല. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇതാണ്. നമ്മൾ അങ്ങനെ തണുത്തോണ്ടാണ് പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും തണുപ്പ് അവിടെയുണ്ട്. നമ്മൾ വിറച്ചില്ലെങ്കിലും തണുപ്പിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, തണുപ്പ് അവിടെയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പോവാതെ അത്യാവശ്യം ക്ലോത്തിങ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു സാധനം ഒഴിവാക്കിയിട്ട് നേരെ നടന്നാൽ ടേക്ക് എ ഡീപ് ബ്രത്ത്. നമുക്ക് ആദ്യം തന്നെ നല്ല ചൂട് കോസി ആയിട്ടിരിക്കുമ്പോൾ ചാടി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ചിലർ ഇങ്ങനെ പിടിച്ചിട്ടാണ് തണുപ്പത്ത് നടക്കുക അല്ലേ. അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ഒരു ഡീപ് ബ്രത്ത് എടുത്ത് അങ്ങ് നടക്കാൻ തുടങ്ങിയാൽ ശരിക്കും അത് എൻജോയ് ചെയ്യാം. നമുക്ക് സിങ്ക് ആവാൻ പറ്റും ആ തണുപ്പിനോട്. അത്യാവശ്യം കവേർഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ ശരിക്കും നമ്മൾ അത്രയ്ക്ക് തണുപ്പിനെ പേടിക്കേണ്ടത്. നമുക്ക് ചെറിയൊരു പേടിയുണ്ട് തണുപ്പിനോട്. പേടിയോ ഇഷ്ടമില്ലായ്മ എന്തോ ഒരു സാധനമുണ്ട്. അത് നമ്മുടെ ആ ഒരു നമ്മുടെ ബോഡിനെ സ്ട്രെസ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. തണുപ്പ് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യണം. ആ സ്ട്രെസ് ഒഴിവാക്കിയാൽ ശരിക്കും തണുപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സാധാരണ വിൻ്ററിൽ സമ്മറിൽ നടക്കണം അതേ ഒരു ഇതുണ്ടായിക്കോണമെന്നില്ല. പക്ഷേ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത്രയും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. സമ്മറിൽ നടക്കുന്ന പോലെ അതേ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. കൈയൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ഗ്ലൗസ് ഒക്കെ ഇടുക. അപ്പോൾ കൈയൊക്കെ പുറത്തിട്ടിടക്കുക, അല്ലെങ്കിൽ ജാക്കറ്റിൻ്റെ പോക്കറ്റിലിടുക. അപ്പോൾ ശരിക്കും പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. ഒന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കും. ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നടന്നാൽ ഡെഫിനറ്റായിട്ട് വ്യത്യാസം ഉണ്ടാവും. 1-2 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല സുഖമാണ് വിൻ്ററിൽ നടക്കുക. വിൻ്ററിൽ കാറ്റൊക്കെ അടിപൊളിയാണ്. മറ്റ് പക്ക മുഖത്തടിക്കാത്ത രീതിക്ക് ചെറിയൊരു ജാക്കറ്റ് ഇട്ടിട്ട് കുറച്ചൊക്കെ ഹെഡൊക്കെ കവർ ചെയ്തിട്ടാണെങ്കിലും നല്ല രസമാണ്, അടിപൊളിയാണ് വിൻ്ററിലെ വെതർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.